ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 65 ഇവിടെ മുട്ടുവരില്ല. ഭാഗം 65 ഇവിടെ മുട്ടുവരില്ല ഇവിടെ ആരംഭിക്കുന്നു. തിരുവിതാംകൂർ രാജ്യത്തിൻ്റെയും കൊച്ചി രാജ്യത്തിൻ്റെയും അതിരായി കിടന്നിരുന്ന ഒരു പ്രദേശമാണ് പൂത്തോട്ട. തിരുവിതാംകൂർ ഭരണത്തിന് കീഴിലായിരുന്ന വൈക്കം താലൂക്കിൽപ്പെട്ടതായിരുന്നു പ്രകൃതി സുന്ദരമായ ആ പ്രദേശം. ആരാധനാ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും ഒന്നുമില്ലാതിരുന്ന അവിടുത്തെ അവർണ ജനവിഭാഗങ്ങൾ ജാതി വിവേചനത്തിൻ്റെ കൊടിയ ദുരന്തഫലം അനുഭവിക്കുന്നവരായിരുന്നു. ഗുരുദേവൻ അരുവിപ്പുറത്തും മണ്ണന്തലയിലും മറ്റും ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയതിലൂടെ ആ പ്രദേശത്തുകാർക്ക് കൈവന്ന സാമൂഹ്യ മാറ്റത്തിൻ്റെ അലയൊലികൾ വൈക്കത്തും വ്യാപകമായി കഴിഞ്ഞിരുന്നു. അതിൽ ആകൃഷ്ടരായി തീർന്ന പുരോഗമനവാദികളുടെ കൂട്ടത്തിൽ ഒരു പ്രമുഖനായിരുന്നു പാപ്പി വൈദ്യർ. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ പൂത്തോട്ടയിൽ ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കുകയുണ്ടായി. അവിടെ ശിവഭഗവാനും സുബ്രഹ്മണ്യ ഭഗവാനും വെവ്വേറെ ക്ഷേത്രങ്ങൾ വേണമെന്നായിരുന്നു ഭാരവാഹികളുടെ ആഗ്രഹമെങ്കിലും ക്ഷേത്രം ഒന്നു മതി എന്ന് ഗുരുദേവൻ കൽപ്പിക്കുകയായിരുന്നു. ക്ഷേത്രം ഉടമസ്ഥരുടെ ക്ഷണപ്രകാരം ഗുരുദേവൻ 1893 ഫെബ്രുവരി 22 പ്രതിഷ്ഠ നടത്തുവാനായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. പ്രതിഷ്ഠാ സമയത്ത് ഗുരുദേവന് സഹോദര തുല്യനായിരുന്ന ശ്രീ ചട്ടമ്പി സ്വാമികളും ക്ഷേത്രാങ്കണത്തിലുണ്ടായിരുന്നു. പ്രതിഷ്ഠ കഴിഞ്ഞ് ഗുരുദേവൻ ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ഉയരം കുറഞ്ഞ വാതിൽപ്പടിയുടെ മേൽത്തട്ടിൽ ശിരസ് ചെറുതായൊന്ന് മുട്ടുകയുണ്ടായി. അതുകണ്ട് ആശങ്കപ്പെട്ട പാപ്പി വൈദ്യരെ നോക്കി ഗുരുദേവൻ പറഞ്ഞു, ഇവിടെ മുട്ടുവരില്ല. അപ്പോൾ പൂത്തോട്ടക്കാരുടെ ആഗ്രഹപ്രകാരം പാപ്പി വൈദ്യർ ഗുരുവിനോട് ഇങ്ങനെ അപേക്ഷിച്ചു, ക്ഷേത്രത്തിന് പേര് തൃപ്പാദങ്ങൾ തന്നെ കൽപ്പിച്ചു നൽകണം. ഗുരുദേവൻ ചുറ്റിലും നിന്നിരുന്ന ഭക്തന്മാരെ മന്ദസ്മിതത്തോടെ നോക്കി. എന്നിട്ട് ശ്രീകോവിലിനുള്ളിലെ വിഗ്രഹത്തെ ദർശിച്ചുകൊണ്ട് കൽപ്പിച്ചു, വല്ലഭക്ഷേത്രം എന്നായിക്കൊള്ളട്ടെ. തുടർന്ന് ഗുരുദേവൻ ഒന്നുകൂടി ആജ്ഞാപിച്ചു, ഈ ക്ഷേത്രത്തിന് ചുറ്റും വിദ്യാലയങ്ങൾ ഉണ്ടാക്കണം. ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയതിൻ്റെ ധന്യസ്മരണയും ഗുരുവിനോടുള്ള ഭക്തിയും ആദരവും ഒക്കെ പ്രകടിപ്പിക്കും വിധം ക്ഷേത്രം ഭരണക്കാർ വല്ലഭക്ഷേത്രം എന്ന പേരിനൊപ്പം ഗുരുദേവൻ്റെ നാമധേയം കൂടി ചേർത്തു. അങ്ങനെ വല്ലഭക്ഷേത്രം ശ്രീനാരായണ വല്ലഭക്ഷേത്രം എന്ന് പ്രസിദ്ധമായി തീർന്നു. ഈ ക്ഷേത്രമാണ് പിന്നീട് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് കളമൊരുക്കിയ വൈക്കം സത്യാഗ്രഹത്തിന് നിമിത്തവും പ്രേരണയും പ്രചോദനവുമായി തീർന്നത്. പിൽക്കാലത്ത് ഗുരുദേവ കൽപ്പനയെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് പ്രശസ്തമായ ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ക്ഷേത്രത്തിന് ചുറ്റും ഉയർന്നു വരികയുണ്ടായി. നമിക്കുവിൻ സഹചരേ നിയതമി ഗുരുപാദം, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ? ഗുരുവര്യനിതുപോലെ ലഭിക്കുമോ കുലത്തിന്? ഗുരുഭക്തിയില്ലാതാർക്കും കുശലമോ? ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 65 ഇവിടെ മുട്ടുവരില്ല ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.